ഈ പറഞ്ഞ അയ്യോ CJP ഇപ്പോഴാ മമ്മൂട്ടി നമ്മൾ മലയാളത്തിന്റെ മഹാനടന്ന മമ്മൂട്ടി CJPക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇയാൾക്ക് CJP എന്താ, നീറ്റ് എന്താ, അവിടെ നടക്കുന്ന എന്താണെന്നുള്ള തിരിച്ചറിവുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. രണ്ട്, രഞ്ജിനി ഹരിദാസ് ലോകത്തിലെ ആഗോള വിഷയങ്ങളിലൊക്കെ തന്നെ പ്രതികരിക്കുന്ന എൻ്റെ അമ്മയെ വാങ്ചുക്കിനെ എടുത്തുകൊണ്ട് പോയപ്പോൾ ഞാൻ സടകുടഞ്ഞെണീറ്റു, എനിക്ക് കണ്ടിരിക്കാൻ വയ്യാതെ ഞാൻ ഡൽഹിയിൽ പോയി. എന്തുകൊണ്ട് സമരത്തിന്റെ മുന്നിൽ നിന്നില്ല? എന്തുകൊണ്ടെന്നില്ല? ടോവിനോ തോമസ്, അദ്ദേഹം കേരളത്തിലെ എന്താ പറയുക സാമൂഹ്യ പരിഷ്കർത്താവും അതുപോലെ ഇവൻ സാംസ്കാരിക നായകനുമാണ്. ഈ പറയുന്ന പെൺകുട്ടികൾ മണ്ണ് വാഴ്ത്തുന്ന സമരം നടത്തിയിട്ട് ഇവനൊന്നും വാ അനങ്ങിയില്ല, നാവ് പൊങ്ങിയില്ല സംസാരിക്കാൻ. ആശാസമരത്തിന് ഇവനൊന്നും ഇടപെടാൻ പറ്റിയില്ല. ഇവനൊക്കെ ഈ പറയുന്ന CJP സമരം വന്നപ്പോ ഭയങ്കരമായി പൊള്ളുകയാണ്. അല്ല, സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളുണ്ട്. അവന്റെ സ്വന്തം അവന്റെ കൂടെയുള്ള ഒരാള് എന്നെ മാനസികമായും വ്യക്തിപരമായും അധിക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അതിലൊന്നും പറ്റില്ല. അപ്പോ ഞാൻ ആ ലിസ്റ്റ് ഉണ്ട്, വായിച്ചു കഴിഞ്ഞാൽ പലർക്കും പൊള്ളും. അതുകൊണ്ട് ഞാൻ ലിസ്റ്റ് വായിക്കുന്നത്. ഇടതും വലതും ഒക്കെ പൊള്ളുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. രണ്ട്, ഒരു മാധ്യമ പ്രവർത്തകയെ ചേർത്ത് പിടിക്കുകയാണ്, ഒരു ദേശീയ ചാനലിന്റെ മാധ്യമപ്രവർത്തകരെ ചേർത്ത് പിടിക്കുകയാണ്. വളരെ മോശമായി ചേർത്ത് പിടിക്കുന്നത് ഞാൻ കഴുത്തിൽ പിടിച്ച് വലിച്ചിഴച്ചുകൊണ്ട് പോവുകയാണ്. എന്തുകൊണ്ട് മലയാളത്തിലെ മാധ്യമങ്ങൾ അതേക്കുറിച്ച് ചർച്ച ചെയ്തില്ല? മാധ്യമ സിംഗങ്ങൾ എന്തുകൊണ്ട് അതേക്കുറിച്ച് പരാമർശിച്ചില്ല? അപ്പൊ ഇതൊക്കെ ഈ പറയുന്ന സെലക്റ്റീവായിട്ടുള്ള പ്രതികരണങ്ങളാണ് എന്നുള്ളത്. ഞാൻ ഒരു രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. കേരളത്തിൽ നിന്ന് ചില ആളുകളുടെ പ്രതികരണങ്ങളുണ്ടായി. അപ്പോൾ കേരളത്തിൽ നിന്നുള്ള ഒരു പ്രത്യേക മാധ്യമം മരമുറി ചാനലാണ് അത് പ്രധാനമായി ഇതിനെ ഫോക്കസ് ചെയ്യുന്നത്. അവരിങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വന്നതാണോ? ഇല്ല, ഞങ്ങൾ കസോളിലേക്ക് വന്നതാണ്, ട്രിപ്പിൽ വന്നതാണ്, ഇടയ്ക്കിങ്ങോട്ട് ഇങ്ങനെ ഇറങ്ങി. അപ്പോൾ കസോളിൽ വന്നതാണെങ്കിൽ നിങ്ങൾ ഇത് അറിഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ ആദ്യം പറയുന്നില്ല ഞങ്ങൾ പെട്ടെന്ന്, പിന്നീട് ഒരാൾ പറയുന്നുണ്ട് ഞങ്ങളിത് അറിഞ്ഞിട്ട് തന്നെ വന്നതാണ്. എന്താണ് ആവശ്യം? കേന്ദ്രമന്ത്രി രാജിവെക്കുക. എന്തിനാണ് സമരം? അത് നീറ്റുമായി ബന്ധപ്പെട്ട എന്തൊക്കെയോ പരിപാടികളാണ് നടക്കുന്നത്. ഇപ്പം ഞങ്ങൾ അതിന് വേണ്ടി വന്നതാണ്. ഞങ്ങളുടെ ആവശ്യം ഒന്നേ ഉള്ളൂ, കേന്ദ്ര സർക്കാരിൻ്റെ ഏകാധിപത്യ നയം അവസാനിപ്പിക്കുക, കേന്ദ്ര സർക്കാർ രാജിവെക്കുക, പ്രധാനമന്ത്രി രാജിവെക്കുക. ഇവനെയൊക്കെ ആര് പറഞ്ഞുകൊണ്ടെങ്കിലും ഇവർ ഹോംവർക്ക് കൊടുത്ത് കൊണ്ടുവരണ്ടേ? അടുത്ത് കഴിയൊക്കെ വേറൊരാളിനോട് ചോദിച്ചു എന്താണ്, അപ്പോൾ പറയുന്നു അത് വയനാട്ടിൽ നിന്നുള്ള വേറെ ടീമാണ്. അതിൽ ഒരുത്തൻ പറയുകയാണ്, കേരളത്തിൽ 3 സീറ്റുകൾ നിങ്ങൾ BJPക്ക് നൽകി, ഇനി കേരളത്തിലെ വോട്ടർമാരെ നിങ്ങൾ ശ്രദ്ധിക്കൂ, ഇനിയും നിങ്ങൾ സീറ്റുകൾ നൽകിയാൽ ഈ കേന്ദ്രത്തിൽ കാണുന്ന അവസ്ഥയാണ് കേരളത്തിലേക്കെന്ന്. അപ്പോൾ ഈ വന്നിറങ്ങി സമരം നടത്തുന്നവൻ്റെ അജണ്ട എന്താണ് ഐസൻ? ഞാൻ ചോദിക്കുന്നത് അജണ്ട എന്താണ്? ഇവൻ നീറ്റ് എഴുതിയ 21 ലക്ഷമോ 22 ലക്ഷത്തിൽ എത്ര പേർ, 100 പേരെങ്കിലും ഉണ്ടോ ആ സമരത്തിൽ? ഈ നീറ്റ് പരീക്ഷ എഴുതിയ 100 പേരെങ്കിലും ആ സമരത്തിലുണ്ടെങ്കിൽ ആ സമരത്തിന് ഒരു യാഥാർത്ഥ്യ ബോധമുണ്ട്, അല്ലെങ്കിൽ ആ സമരത്തിന് ഒരു സത്യമുണ്ട് എന്ന് നമുക്ക് പറയാം. അതിൽ ഇത് ജിഹാദികളായിട്ടുള്ള ആളുകളെ, തീവ്ര ശക്തികളെ ഒക്കെ തന്നെ റിക്രൂട്ട് ചെയ്തുകൊണ്ട് കേരളത്തിൽ നിന്നും ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നും ആളുകളെ കൊണ്ടുവന്നിരിക്കുക. എന്തിനാണ്? കലാപമുണ്ടാക്കാൻ. ബംഗ്ലാദേശിന്റെ പതാക എങ്ങനെയാണ് വരുന്നത് ജന്തർ മന്ദറിൽ ഈ സമരത്തിനിടയിൽ? നേപ്പാളാക്ക് ഞങ്ങളെന്ന് എങ്ങനെയാണ് പറയുന്നത്? അപ്പോ ഇതിന് പിന്നിലുള്ള അജണ്ട മലയാളത്തിലെ മാധ്യമങ്ങൾ മനസ്സിലാക്കുന്നില്ല, കോൺഗ്രസ് മനസ്സിലാക്കുന്നില്ല.